ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ ഒരു വലിയ തോൽവിയായിരുന്നു റയലിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. എതിരില്ലാത്ത 4 ഗോളുകൾക്ക് PSG അവരെ പരാജയപ്പെടുത്തുകയായിരുന്നു. ഒരു നാണം കെട്ട തോൽവി തന്നെയാണ് റയലിനെ സംബന്ധിച്ചിടത്തോളം ഇത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ഈ ഒരു വലിയ തോൽവിയിൽ റയലിന്റെ പരിശീലകനായ സാബി അലോൺസോക്കും പ്രസിഡന്റായ ഫ്ലോറന്റിനോ പെരസിനും കടുത്ത അസംതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ടീം ഒന്നുകൂടി ഉടച്ചു വാർക്കാൻ ഈ 2 പേരും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മാർക്ക ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയും കൂടുതൽ സൈനിങ്ങുകൾ നടത്താനാണ് അവരുടെ തീരുമാനം. നമുക്കറിയാം, ഡീൻ ഹുയ്സൺ, ട്രെന്റ്, മെസ്റ്റാൻഡുവോനോ തുടങ്ങിയ താരങ്ങളെ അവർ കൊണ്ടുവന്നിരുന്നു. പക്ഷെ ഇനിയും കൂടുതൽ താരങ്ങളെ കൊണ്ടുവരാൻ ഇപ്പോൾ റയൽ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ സാബിക്ക് ആവശ്യമില്ലാത്ത താരങ്ങളെ ഒഴിവാക്കാനും റയൽ മാഡ്രിഡ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അധികം വൈകാതെ തന്നെ സാബിയും പെരസും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തും. അടുത്ത സീസണിലേക്കുള്ള ഫൈനൽ സ്ക്വാഡിൽ ആരൊക്കെ വേണം എന്നുള്ളത് ഈ ഒരു കൂടിക്കാഴ്ചയിലാണ് തീരുമാനിക്കുക. റോഡ്രിഗോ ക്ലബിന് പുറത്തേക്ക് പോവാൻ തന്നെയാണ് സാധ്യത. കൂടാതെ ബ്രാഹിം ഡയസ്, സെബയോസ് എന്നിവർക്കും സ്ഥാനം നഷ്ടമാകും എന്നാണ് റിപ്പോർട്ടുകൾ. അത് ഫിഷാജസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സാബിയുടെ പ്ലാനുകളിൽ ഈ 2 താരങ്ങൾക്കും വലിയ ഇടമില്ല. അതുകൊണ്ട് തന്നെ അവരെ ഒഴിവാക്കിയേക്കും എന്നാണ് ഫിഷാജസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ മസ്റ്റാൻഡുവോനോ ഇവരുടെ പൊസിഷനിലേക്ക് ഇപ്പോൾ പുതിയതായി കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ടീമിനകത്ത് ഇനി കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കൂടുതൽ പുറത്താവലുകളും കൂടുതൽ സൈനിങ്ങുകളും പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മാർക്ക കണ്ടെത്തിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.